നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ഭാര്യയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, സുഹൃത്തുക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭാര്യയെ നിർബന്ധിക്കുക, ഭർത്താവിന് മറ്റ് സ്ത്രീകളുമായി വഴിവിട്ട ബന്ധങ്ങൾ പരമാവധി അവർ സഹിച്ചു. എന്നാൽ ഇനിയും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഘട്ടത്തിൽ സ്വന്തം ഭർത്താവിനെതിരെ ഒരു ഭാര്യ പൊട്ടിത്തെറിക്കുന്നു. ഇന്ന് ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് നമ്മെ വീണ്ടും ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് താമസിക്കുന്ന കൊല്ലം സ്വദേശിയായ യുവതി നേരിട്ടത് മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ പറ്റാത്ത കൊടും ക്രൂരതകളാണ്. ഇനിയും ഇത് സഹിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ഘട്ടമായപ്പോഴാണ് അവരൊന്ന് പൊട്ടിത്തെറിച്ചത്. അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, 10 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ആ വിവാഹം നടന്നത്. എന്നാൽ തന്നെ വിറ്റ് ജീവിക്കാനാണ് ഭർത്താവ് തീരുമാനിച്ചത്. അതിലായിരുന്നു അയാൾക്ക് ആനന്ദം. ക്രൂരതകൾ സഹിക്കാനാകാത്തതായിരുന്നു, മർദ്ദനം അതിലേറെ. എണ്ണി ഓരോന്നും വെളിപ്പെടുത്തുകയാണ് ആ സ്ത്രീ ഇപ്പോൾ. അവർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കേട്ടാൽ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ചങ്ക് മരവിച്ചു പോകും. ഒളിക്യാമറ വെച്ച് നഗ്നത പകർത്തി മറ്റ് സ്ത്രീകളുമായും ബന്ധം. അയാൾ എന്നും ലൈംഗിക ബന്ധത്തിനായി എന്നെ സമീപിക്കുകയായിരുന്നു. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വസ്ത്രം ധരിക്കണമെന്ന നിർബന്ധമാണ്. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ എതിർത്തു. പിന്നീട് അയാൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. കുളിമുറിയിൽ ക്യാമറ വെച്ചും ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്. കിടപ്പറ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിച്ചില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. നിന്നെ പോലെയുള്ളവർ ഇതൊക്കെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ആണുങ്ങൾ മറ്റു പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്നൊക്കെ പറയും. സ്വന്തം ഭാര്യയുടെ നഗ്ന ശരീരത്തിന്റെ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ആളെ എന്താ പറയുക? കിടപ്പറ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്ന ദമ്പതികൾ ഒരുപാടുണ്ടെന്നും അതൊക്കെ വളരെ നോർമലാണെന്നും പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എൻ്റെ മകളുടെ ഭാവി ഓർത്തിട്ടാണ് ഉപദ്രവങ്ങളെല്ലാം ഞാൻ സഹിച്ചത്. അവൻ്റെ അമ്മ കുളിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അയാളുടെ ഫോണിലുണ്ട്. ഒരിക്കൽ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയതാണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. അയാൾക്ക് ഉത്തരേന്ത്യക്കാരിയായ ഒരു യുവതിയുമായി അവിടെ ബന്ധമുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചു. ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. പാതിരാത്രിയിലും ആ സ്ത്രീയുമായി ഫോണിൽ സംസാരിക്കുമായിരുന്നു. മറ്റ് സ്ത്രീകളോട് അയാൾ അടുത്തതും നഗ്ന ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയായിരിക്കും. മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. അന്യപുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ നീ ഏർപ്പെടണമെന്നും അതിന്റെ ദൃശ്യങ്ങൾ കാണണം എന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എതിർത്തപ്പോൾ ഇതൊക്കെ സാധാരണമാണെന്നും എല്ലാവരും ചെയ്യുന്നതാണെന്നും പറഞ്ഞ് വരുതിയിലാക്കാൻ നോക്കി. വിസമ്മതിച്ചപ്പോൾ ഉപദ്രവിച്ചു. അയാളുടെ ദേഷ്യം മുഴുവൻ ഉപദ്രവിച്ചാണ് തീർക്കുന്നത്. ഒരുപാട് തവണ എന്നെ തല്ലിയിട്ടുണ്ട്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, അയാൾക്ക് പരിചയമുള്ള ഒരാളുമായി വീട്ടിലേക്ക് വരും, ഞാൻ അവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന്, താൻ പുറത്തു നിന്നോളാമെന്നും പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ 4 പേരുമായി ബന്ധപ്പെടണമെന്നും പറഞ്ഞ് അയാൾ നിർബന്ധിച്ചു. അതൊക്കെ ഞാൻ എതിർത്തപ്പോൾ കൊടിയ മർദ്ദനത്തിന് ഇരയാക്കി. ഒരു ദിവസം അയാളുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ മോളുടെ മുന്നിൽ വെച്ച് സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. അപ്പോഴാണ് ഞാൻ തകർന്നു പോയത്. അന്നു മുതൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി. ലാപ്ടോപ്പിൽ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് എൻ്റെ മോളെ അടുത്തിരുത്തിയാണ് അയാൾ സ്വയംഭോഗം ചെയ്തത്. അയാൾ അശ്ലീല വീഡിയോകൾക്ക് അടിമയാണ്. ഒരു ദിവസം രാത്രിയിൽ ഏറെ വൈകിയാണ് അയാൾ വീട്ടിലെത്തിയത്. ഫോണിൽ ഒരു സ്ത്രീയുടെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഫോൺ എടുത്ത് പരിശോധിച്ചു. ഗ്യാലറിയിൽ നോക്കിയപ്പോഴാണ് എൻ്റെ മോളുടെ മുന്നിൽ നിന്ന് സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാനിടയായത്. സംശയം തോന്നി തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധന നടത്തിയപ്പോഴാണ് അതിന് എൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച കാര്യം അറിയുന്നത്. ഈ കുറ്റകൃത്യങ്ങളിൽ ഇടനിലക്കാരായി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അയാൾ സ്വവർഗാനുഭോഗിയാണോ എന്നും എനിക്ക് സംശയമുണ്ട്. ലൈംഗിക ബന്ധം സംബന്ധിച്ച് ഇയാളുടെ പുരുഷ സുഹൃത്തിൽ നിന്നും അയാളുടെ ഫോണിലേക്ക് വന്ന മെസ്സേജിൽ നിന്നാണ് അങ്ങനെ ഒരു സംശയം തോന്നിയത് എന്നും ചോദിച്ചപ്പോൾ നിഷേധിച്ചു എന്നും യുവതി പറയുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോലും മുതിർന്നതാണ്. എൻ്റെ മകളെ ഓർത്ത് മാത്രമാണ് കൗൺസിലിങ്ങിന് വേണ്ടി അയാളുമായി ഞാൻ നാട്ടിലേക്ക് എത്തിയത്. അവൻ്റെ ലൈംഗിക ആവശ്യങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തിയില്ല എന്നും അതിലുണ്ടായ നിരാശയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുമാണ് അയാൾ എന്നോട് പറഞ്ഞ ന്യായം. കൗൺസിലിങ്ങിന് വിധേയനാക്കിയപ്പോൾ നിരാശാഭാവത്തിലാണ് സംസാരിച്ചത്. കുടുംബജീവിതത്തിൽ താല്പര്യമില്ലെന്നും സ്വതന്ത്രനായി പറക്കണമെന്നും അയാൾ പറഞ്ഞു. പുറത്തിറങ്ങുമ്പോൾ അയാൾ മറ്റൊരാളാണ്. 2ാം ദിവസം കൗൺസിലിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ തെളിവുകൾ പുറത്തുവിട്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എൻ്റെ മനോനിലയെക്കുറിച്ച് അയാൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അയാളും മകളും മാത്രമായിരുന്നു എൻ്റെ ലോകം. എന്നോടാണ് അയാൾ ഇത് ചെയ്തത്. മനുഷ്യനാണോ അയാൾ?
ജീവിതകാലം മുഴുവൻ ഞാൻ അയാളെ ആശ്രയിച്ച് നിൽക്കുമെന്നാണ് അയാൾ കരുതിയത്. ഞാൻ അനുഭവിക്കുന്നതൊന്നും വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. എപ്പോഴെങ്കിലും അയാൾ നേരെയാകും എന്ന വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വിവാഹമോചനത്തെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിരുന്നില്ല. ഗതികെട്ടപ്പോഴാണ് അയാളുടെ ക്രൂരതകൾ പുറത്തറിയിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴും ഞാൻ ഇതെന്റെ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവിടെ അയാൾ മറ്റു പുരുഷന്മാരെയും കൂട്ടി വരുമായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പാണ്. ആരൊക്കെ എൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയും എന്തൊക്കെ അയാളുടെ കയ്യിലുണ്ടെന്നും അറിയില്ല. ഒരു കാരണവശാലും അയാൾ രക്ഷപ്പെടരുത്. ഇതാണ് ആ യുവതി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. ഒന്ന് ഓർത്തു നോക്കുക, ഒരു സ്ത്രീ ഇതിൽ കൂടുതൽ എന്താണ് അനുഭവിക്കാനുള്ളത്? അവരുടെ ജീവനും ജീവിതവും സകലതും നഷ്ടപ്പെട്ടു പോയി. അവർ ഏറ്റവും കൂടുതൽ തകർന്നത് സ്വന്തം നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതോ മറ്റുള്ളവരെ കാണിച്ചതോ അതൊക്കെ അവരെ മുറിവേൽപ്പിച്ച് അവരെ വല്ലാത്ത മാനസിക പ്രതിസന്ധിയിലേക്കും ട്രോമയിലേക്കും അയാൾ കൊണ്ടെത്തിച്ചു. എന്നാൽ സ്വന്തം മകളുടെ മുന്നിലിരുന്ന് സ്വയം ഭോഗം ചെയ്യുക, അതും അശ്ലീല ദൃശ്യങ്ങൾ കണ്ട്, ഒരമ്മ എന്ന നിലയിൽ അവർ എത്രത്തോളം ആ സ്ത്രീ തകർന്നിട്ടുണ്ടാകും. മനോവൈകൃതമുള്ള, ലൈംഗിക വൈകൃതമുള്ള എത്രയോ ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഞരമ്പിന് തീ പിടിക്കുമ്പോൾ സ്വന്തം മക്കളെ പോലും മറന്നു പോകുന്ന മനുഷ്യന്മാർ. ഇവരെ മനുഷ്യരെന്ന് പോലും നമുക്ക് വിളിക്കാൻ കഴിയില്ല. അയാൾ ആ സ്ത്രീയെ ഉപദ്രവിച്ചതിന്റെ പ്രധാന കാരണമായി പറയുന്നുണ്ടല്ലോ, നീ കിടപ്പറയിൽ എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നില്ല എന്ന്. അവർ ഒരു ഭാര്യയാണ്. ഒരു സ്ത്രീക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ ഒരു ഭാര്യ എന്ന നിലയിൽ അവർ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം? ഇത്തരത്തിൽ മനോവൈകൃതമുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു സ്ത്രീക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? സെക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്ത് കൂട്ടുകാരെ കാണിക്കുക. സ്വന്തം ഭാര്യയുടെ ഒന്ന് ഓർത്തു നോക്കണം, എത്രത്തോളം മനോവൈകൃതം അയാളിൽ ഉണ്ടായിരിക്കും. ഇപ്പോഴെങ്കിലും ആ സ്ത്രീ പ്രതികരിച്ചതും അയാളിൽ നിന്ന് മാറി നിന്നതും നല്ലത് തന്നെ. അല്ലെങ്കിൽ ഒരുപക്ഷെ അവരെ കൊല്ലുമായിരുന്നിരിക്കും. അല്ലെങ്കിൽ സ്വന്തം മകൾക്ക് നേരെ ഇയാൾ ചീറി അടുക്കുന്നതും ആ സ്ത്രീക്ക് കാണേണ്ടി വരുമായിരുന്നു. ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരു സ്ത്രീയുടെ കാര്യമല്ല ഇത്. കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന എത്രയോ സ്ത്രീകൾ. അവരോടൊക്കെയും പറയാനുള്ളത്, നിങ്ങൾ സുരക്ഷിതമായി അവരിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. മക്കളെയെങ്കിലും സുരക്ഷിതമാക്കാമല്ലോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.